ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവിടുത്തെ പുത്രനായ യേശുവിനെ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്ന്, അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന്, തെറ്റായ പഠനങ്ങളിൽ നിന്ന്, ഇങ്ങനെ വഴിവിട്ട് ചിന്തിക്കുന്ന ചിന്തകളിൽ നിന്നൊക്കെ മാറി ക്രിസ്തുവിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് അവനെ പഠിച്ച് അവനാകുന്ന സത്യം തിരിച്ചറിഞ്ഞ് അവനോടിങ്ങനെ ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു പരിസരം നമ്മൾ രൂപപ്പെടുത്താതെ പോയി എന്നുള്ളതാ പ്രയാസം. ഈ നിമിഷങ്ങള്, ഇനിയുള്ള ജീവിതത്തിന്റെ നിമിഷങ്ങള്, ഈ കുടുംബത്തിലെ നമ്മൾ ജീവിക്കുന്ന ഓരോ സമയങ്ങളും അത് അവനെ തിരിച്ചറിയാനും ആ സത്യദൈവത്തെ വിളിച്ചു പറയാനും അത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഇങ്ങനെ മുദ്രയായി പതിപ്പിക്കാൻ മാത്രം ശക്തമായി കൊടുക്കാനുമുള്ള സമയങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയില് കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു എന്നെങ്കിലും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കുഞ്ഞുങ്ങളിരുന്ന് കളിക്കുമ്പോൾ, അവർ ഓടി നടക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയാണെന്ന് പറഞ്ഞു കൊടുക്കാതെ വെറുതെ വിട്ടിരിക്കുന്ന മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്നുണ്ട് നമ്മൾ. അമ്മയും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന നേരത്ത് ചെറിയ കുഞ്ഞ് വന്ന അമ്മയെ ഇങ്ങനെ ശാസിക്കുന്നുണ്ട് ഈശോ. ആ ചെറിയ പെങ്കൊച്ച് അൾത്താരയിലേക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചൂണ്ടിയിട്ടാ പറയണേ ഈശോ. മിണ്ടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തല. ചെറിയ കുഞ്ഞുങ്ങള്. നമ്മളെന്തുകൊണ്ടാ മറന്നുപോകണേ? ഈ തമ്പുരാന്റെ മുൻപില് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യരുടെ പ്രകാശത്തോടും ബോധ്യത്തോടും കൂടെ നമുക്ക് മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം.